പൊന്നാനിയോളം മനോഹാരിത നിറഞ്ഞ, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച, ആവോളം വിഭവലഭ്യതയുള്ള പ്രദേശങ്ങൾ വളരെ ചുരുക്കമാണ്. പക്ഷേ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇത്തരം ഇടപെടലുകളും നാളിതുവരെ പൊന്നാനിയിൽ കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരവുമാണ്. പൊന്നാനിയുടെ ടൂറിസം സാധ്യതകൾ മുഴുവനായി ഉപയോഗപ്പെടുത്തി തദ്ദേശീയർക്ക് കൂടി ഗുണപരമാകുന്ന രീതിയിൽ വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കുമെന്ന് KP നൌഷാദ് അലി. ഞാൻ പൊന്നാനിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൂറിസം പദ്ധതി, അത് BM മുതൽ കുന്നംകുളം വരെ നീണ്ടു കിടക്കുന്ന 100 അടി പാതയുടെ നവീകരണമാണ്. അത് ആഴം കൂട്ടി, വീതി കൂട്ടി, അതൊരു ജലപാതയാക്കി വികസിപ്പിച്ചാൽ ഇരുവശങ്ങളിലും കതിർ പാൽമണം ചുരത്തുന്ന നെൽവയലേലകളാണ്, നമ്മുടെ കോൾ നിലങ്ങളാണ്, പുഞ്ചപ്പാടമാണുള്ളത്. അതിൻ്റെ നടുവിലൂടെയുള്ള ആ യാത്രാനുഭൂതിയേക്കാൾ മനോഹരമായ മറ്റൊന്ന് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അപൂർവമായിരിക്കും. തീർച്ചയായിട്ടും ആ പദ്ധതിക്ക് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങും. അതുവഴി അതിൻ്റെ നേട്ടവും അതിൻ്റെ നന്മയും അതിൻ്റെ ഗുണഫലങ്ങളും ആ പരിസരത്തെ പ്രദേശവാസികൾക്കും പൊന്നാനിക്കും ഒക്കെ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊന്നാനിയുടെ കർമ്മ റോഡ് എന്നത് അതൊന്ന് മുഖം മിനുക്കിയാൽ പൊന്നാനിയെ രാജ്യാന്തര തലത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ലാൻഡ്മാർക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഇന്ന് ഒരു ഇംഗ്ലീഷിൽ ഹ്യൂമൻ സ്റ്റാമ്പേഡ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു മനുഷ്യരുടെ തമ്മിലുള്ള ഇടപഴകലിൻ്റെ ഭാഗമായിട്ട് ദുരന്തം ഉണ്ടാകുന്നൊരവസ്ഥയാണ് അങ്ങനെ പറയുന്നത്. അതുപോലെയുള്ളൊരു സാഹചര്യമാണ് കർമ്മ റോട്ടിലുള്ളത്. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, മനുഷ്യർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല. അവിടെ കടകളും വാണിജ്യമൊക്കെ ഒന്നും ഒരു ആസൂത്രിതമല്ല. അവിടെ നടക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് കാറ്റുകൊണ്ട് വിശ്രമിക്കാനോ ഒന്ന് ഉല്ലസിച്ച് സമയം ചെലവഴിക്കാനോ ഒന്നുമുള്ള മാർഗമില്ല. തീർച്ചയായിട്ടും നമുക്ക് കർമ്മ റോഡിനെ സമ്പൂർണ്ണമായിട്ട് പരിഷ്കരിക്കേണ്ടതുണ്ട്. ആദ്യം അതിനെ ചമറവട്ടം പാലവുമായിട്ട് ബന്ധിപ്പിക്കണം. അവിടെയുള്ള കടകളെയൊക്കെ ഒരു ഡിസൈനർ ഷോപ്പുകളുടെ ഒരു ശൃംഖലയാക്കി നമുക്ക് മാറ്റണം. അതുപോലെ അവിടെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം പ്രത്യേകമായിട്ട് വേണം. അവിടെ ആളുകൾക്ക് സല്ലപിക്കാനും കൂട്ടും കൂടി ഇരിക്കാനും ആരോഗ്യകരമായ തുരുത്തുകൾ വേണം. പ്രഭാത സവാരിക്കുള്ള ഇടങ്ങൾ വേണം. വഴിവിളക്കുകൾ വേണം. അവിടെ ഇരിപ്പിടങ്ങൾ വേണം. അവിടെ സമ്പൂർണ്ണമായിട്ട് മുഖം മിനുക്കി പൊന്നാനിയുടെ ഒരു പ്രൗഢിയായിട്ട് കർമ്മ റോഡിനെ മാറ്റാനുള്ള നടപടികൾ നമുക്ക് കൈക്കൊള്ളണം. അല്ലാതെ ഇതുപോലെ വലിച്ചു വാരിയിടുന്ന ഒന്നായി കർമ്മ റോഡിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. കർമ്മ റോഡ് നാളത്തെ പൊന്നാനിയുടെ മുഖശ്രീയായിട്ട് മാറും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം എൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ വിഷയത്തിലുണ്ടാവുമെന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ ഉറപ്പ് നൽകുന്നു. ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ പൊന്നാനിയിലെ കോൾ നിലങ്ങളും 100 അടി തോടും വിനോദസഞ്ചാരികൾക്ക് അനിർവചനീയമായ അനുഭൂതി നൽകുമെന്നും കർമ്മ റോഡിനെ അന്താരാഷ്ട്ര തലത്തിൽ വികസിപ്പിക്കുമെന്നും അങ്ങനെ തദ്ദേശീയർക്കു കൂടി സാമ്പത്തികമായി ഗുണപരമാകുന്ന രീതിയിൽ വിനോദസഞ്ചാര മേഖല മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. CNTV പൊന്നാനി.